എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ജോൺ പോൾ എന്ന് പറയുന്ന എന്ന പേരിലേക്ക് മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ പറയണത് കേട്ടായിരുന്നു. അച്ഛൻ ഈ മനുഷ്യന് മാനസാന്തരം വന്നത് ഒരു പെന്തക്കോസ്ത് അനുഭവ ധ്യാനം കൂടിയതിന് ശേഷമാണ്. അതിനുശേഷം ഈ മനുഷ്യൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ്. അത്രയും നാള് ഭാര്യയെ കണ്ണീര് കുടിപ്പിച്ചിരുന്ന, എങ്ങനെയൊക്കെ തെറ്റാമോ അങ്ങനെയൊക്കെ തെറ്റി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവസാനം ഈ ഒരു ധ്യാനത്തോടുകൂടെ മാനസാന്തരപ്പെടുന്നു. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഇയാൾ തീരുമാനിക്കുന്നുണ്ട്, ഞാനിനി ഈശോയെ പറഞ്ഞ് ജീവിക്കുകയുള്ളൂ. കർത്താവിൻ്റെ വലിയ സാക്ഷിയായി ജീവിക്കാൻ തീരുമാനിക്കുന്ന ഈ മനുഷ്യൻ ഓരോ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അതീവ തീക്ഷ്ണതയോടുകൂടെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന ഒരാൾ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹം അതാ. പോകുന്നിടത്തൊക്കെ നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായി മാറും. കാണികളായിട്ടല്ല, വെറുതെ ഓഡിയൻസ് ആയിട്ട് പിന്നെ ജീവിക്കാൻ പറ്റില്ല. പോകുന്നിടത്തൊക്കെ ധൈര്യത്തോടുകൂടെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തും. നമ്മൾ പെന്തക്കോസ്ത് അനുഭവത്തിൽ വായിക്കുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞതോടുകൂടെ പിന്നീട് സ്ലീഹന്മാര് ചെയ്യുന്ന കാര്യം എന്താണെന്ന്. അത്രയും കാലം പേടിച്ച് വിറച്ച് ഭയന്ന് ഒരു ഇരുട്ടുമുറിയിൽ താമസിച്ചിരുന്ന ഈ മനുഷ്യര് അവരുടെ മേലേക്ക് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടായി കഴിയുമ്പോൾ പുറത്തേക്ക് ധൈര്യത്തോടുകൂടെ ഇറങ്ങി ചെന്നിട്ട് ഏതൊരു മനുഷ്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ ഇവര് ഭയന്നിരുന്നോ അതേ യഹൂദ ജനതയുടെ മുൻപിൽ ചെന്ന് ആരെ പറയാൻ പേടിച്ചിരുന്നോ അതേ ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയണത് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കണതെന്ന്. ഇതേ ധൈര്യം, ഇതേ ഒരു ബലം ഈ മനുഷ്യൻ പോകുന്നിടത്തൊക്കെ ഈശോയ്ക്ക് സാക്ഷിയാകാൻ തീരുമാനിക്കുന്നുണ്ട്. ഇങ്ങനെ കർത്താവിന് സാക്ഷ്യം നൽകി ജീവിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ആദ്യം വന്ന് സംഭവിക്കുന്ന ഒരു കാര്യം ഒരു ദുരന്തമാണ്. ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു മകള്, ആകെ ഉണ്ടായിരുന്ന ഒറ്റ മോള്, അവള് മരിച്ചു പോകുന്നു. ഈ മരിച്ചതിന് ശേഷവും ഇയാൾ ഒട്ടും തളരാതെ ഈശോയെ പ്രഘോഷിക്കാനായിട്ട് പോകുന്നുണ്ട്. പോകുന്നിടത്തൊക്കെ ഇയാൾ ഈശോയെ പ്രഘോഷിച്ചതിന് ശേഷം ഈ സ്റ്റേജിൽ നിന്നിറങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ കൂടെ നിന്ന് ഇയാൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നീ എനിക്കൊരു കുഞ്ഞിനെ താ, നീ എനിക്കൊരു കുഞ്ഞിനെ താ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഹല്ലേലൂയ, തന്നില്ലെങ്കിലും ഹല്ലേലൂയ, ഇനിയിപ്പോൾ തന്നിട്ട് തിരിച്ചെടുത്താലും ഹല്ലേലൂയ. നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഹല്ലേലൂയ, തന്നില്ലെങ്കിലും ഹല്ലേലൂയ, ഇനിയിപ്പോൾ തന്നിട്ട് തിരിച്ചെടുത്താലും ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ മനുഷ്യർക്ക് പിന്നീട് ഒന്നിനെയും ഭയമില്ലാന്നേ. നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വായിക്കും, നിങ്ങളെ ഭയത്തിലേക്ക് ഭീരുത്വത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെയല്ല, പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഒന്ന് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 9-ഉം 10-ഉം തിരുവചനങ്ങൾ ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇത്രയും കാലം സാധാരണ മനുഷ്യർക്ക് അത് പിടികിട്ടില്ല. എന്താ സംഭവിക്കണമെന്ന് ഒരു പിടുത്തമില്ല. ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്തിരിക്കാൻ മാത്രമേ മറ്റുള്ളവർക്ക് സാധിക്കുള്ളൂ. എന്നാൽ ദൈവം നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഈ ദുരന്തങ്ങൾക്കപ്പുറം മറ്റൊരു പ്രത്യാശയുണ്ടെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ മരണത്തിനപ്പുറം ഉദ്ധാനമുണ്ടെന്ന്, ഈ തകർച്ചയ്ക്കപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ആത്മാവ് മുഖേന വെളിപ്പെടുത്തി കിട്ടിയ മനുഷ്യർക്ക് പിന്നീട് തളർന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭാര്യ മരിച്ചുപോയൊരു മനുഷ്യൻ ആ രാത്രിയിൽ നമ്മളുടെ അടുത്ത് വന്ന് സങ്കടം പറയുന്നുണ്ട്. ബോബിച്ചനൊക്കെ പറയണത് പോലെ ഭാര്യ മരിച്ച രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കണേ? അത്രയും കാലം ഓരോരോ കാര്യത്തിനും ഒരു തോർത്തെടുക്കാൻ വേണ്ടി പോലും ഈ ഭാര്യയെ വിളിച്ച് ആശ്രയിച്ചിരുന്ന മനുഷ്യൻ. നമുക്കറിയാവുന്നതാണ്, മിക്കവാറും അങ്ങനെ തന്നെയാണ് എല്ലാ വീട്ടിലും. ഭാര്യ മരിച്ച രാത്രിയിൽ ഇയാൾ എന്ത് ചെയ്യാനാ? ഒരു ബലമില്ലാതെ ഈ കുട്ടികളുടെ കാര്യമൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നമ്മളുടെ അടുത്ത് വന്ന് ഇരിക്കുന്നൊരു മനുഷ്യൻ കുറച്ചു നേരം വചനമൊക്കെ വായിച്ചിട്ട് തിരിച്ചു പോകുന്നു. 3-4 ദിവസങ്ങൾ കഴിയുമ്പോഴും ഇയാളുടെ സങ്കടത്തിന് കുറവൊന്നുമില്ല, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പള്ളിയിൽ വരുന്നുണ്ട്. കൊച്ചുങ്ങൾ അത്രയധികം സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, അച്ഛാ, ഉറങ്ങിക്കിടക്കുമ്പോഴാണെന്ന് തോന്നുന്നു അവൾ സ്വർഗത്തിൽ ഈശോയുടെ അടുത്തിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി.
അവള് സ്വർഗത്തില് ഈശോയുടെ അടുത്ത് ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം ആത്മാവ് മുഖേന നമുക്ക് അതെല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയ മനുഷ്യർക്ക് എന്തിനാണ് പിന്നെ പേടി? പിന്നെ ഇയാള് ജീവിക്കുന്നത് കാണണം. എന്തൊരു സന്തോഷത്തോടു കൂടിയാ ഈ കുഞ്ഞുങ്ങളെ ഇയാൾ കൊണ്ടു നടക്കുന്നത് കാണണം. ആരോ ഒരാളിങ്ങനെ ഭാര്യ മരിച്ചു പോയതിൻ്റെ സങ്കടങ്ങളൊന്നുമില്ലാതെ, ഒരമ്മയില്ലാത്തതിൻ്റെ അല്ലലോ വിഷമങ്ങളോ അറിയിക്കാതെ ഈ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് ഇയാൾ ബലത്തോടുകൂടെ അവരെ ജീവിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും പരിശുദ്ധാത്മാവ് ശക്തി നൽകുന്ന ആത്മാവാണെന്ന്, പ്രകാശം നൽകുന്ന ബലപ്പെടുത്തുന്ന ആത്മാവാണ്. ഓരോ ദിവസങ്ങളിലും നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവ് വന്നിറങ്ങുന്ന, ഇങ്ങനെ ജ്വലിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം നിറയുന്ന പെന്തക്കുസ്തായുടെ അനുഭവം ഉണ്ടാവട്ടെ എന്ന് സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ വായിക്കും, ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞു, അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ ജീവശ്വാസം ഊതി, മനുഷ്യൻ അങ്ങനെ ജീവനുള്ളവനായി തീർന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുവിനെന്ന് പറഞ്ഞ് അവൻ അവരുടെ മേൽ നിശ്വസിച്ചു. രണ്ടിടത്തും ദൈവം മനുഷ്യരുടെ മേലേക്ക് തൻ്റെ നിശ്വാസം അയക്കുന്നത് നമ്മൾ കാണുന്നത്. ആദ്യത്തേത് മണ്ണുകൊണ്ട് മെനഞ്ഞ മനുഷ്യൻ, അയാൾക്ക് ജീവനില്ല, പക്ഷേ ഈ ഒരു ശ്വാസം ഊതുമ്പോഴേക്കും ജീവൻ ലഭിക്കുന്നു. രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, കർത്താവ് മരിച്ചുപോയതിനെ കുറിച്ച് ഓർത്ത് തകർന്ന് സങ്കടപ്പെട്ട് മരിച്ചവരെ കണക്ക് മരവിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മേലേക്ക് ക്രിസ്തു തൻ്റെ ജീവശ്വാസം ഊതുമ്പോൾ അത്രയും കാലം ഭയന്ന് മരിച്ചവരെ കണക്ക് ജീവിച്ചിരുന്ന ശിഷ്യന്മാർക്ക് ബലം കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ബലപ്പെടുത്തുന്ന ആത്മാവ്. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തും, എന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. അച്ഛൻ പറഞ്ഞല്ലോ, മാമോദീസായിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്ന ഈ ഒരു കരുത്ത് പല സമയങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പ്രയാസങ്ങൾ കൊണ്ട്, നമുക്ക് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയിലുള്ള തീക്ഷ്ണത കുറവ് കൊണ്ട് നമുക്കിത് ഉള്ളിൽ ആത്മാവുണ്ടെങ്കിലും നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള പല പ്രയാസങ്ങളിലും പെട്ടുപോകും. എന്നാൽ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ഈ ഒരു പാലും പഞ്ചസാരയും അടിച്ചു കലക്കുന്ന ഈ ഒരു അനുഭവം ഉണ്ടല്ലോ, അതോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകുന്ന മനുഷ്യരായി നമ്മൾ മാറും. ഇങ്ങനെയൊരു പെന്തക്കോസ്ത ഉണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. തളർന്നിരിക്കാനല്ല, നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നേ. ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ്, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ഭയപ്പെട്ടിരിക്കുന്നതിൻ്റെ ആത്മാവല്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും പല രോഗങ്ങളുടെ മുൻപിൽ നമ്മളിങ്ങനെ പകച്ചു നിന്ന് പോകുന്നത്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെകുത്താന് വാഴ്ത്ത് പാടുന്നേ. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഒരാൾ മരിച്ചു പോകുമ്പോൾ ഇനി ഈ ലോകം അവസാനിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ തളർന്നിരുന്നു പോകുന്നേ. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരു പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ നമ്മുടെ മക്കള് കയറെടുക്കുന്നേ, കത്തിയെടുക്കുന്നേ. ഈ ആത്മാവ് ഉള്ളിലുണ്ടെന്നും ആ ആത്മാവിൻ്റെ ബലം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, അന്ന് ഓരോരുത്തർക്കും പെന്തക്കോസ്തയാവും. ആ പെന്തക്കോസ്തയിലൂടെ പിന്നീട് ഒരാളെയും പേടിക്കാതെ ജീവിതത്തിൻ്റെ ഒരു പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും ഇങ്ങനെ കൂസാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള ബലം നമുക്ക് ലഭിക്കും. അച്ഛൻ പറഞ്ഞേ, ഓരോ ദിവസങ്ങളിലും പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ആത്മാവ് ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് ഭാഗ്യമാണിത്. ഒരാത്മാവിനെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ ഒന്ന് ഉണർത്തേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആ ആത്മാവിനെ ഇങ്ങനെ തീക്ഷ്ണതയോടുകൂടെ ദാഹിച്ച് പ്രാർത്ഥിച്ച് ഉണർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ലോകം നിങ്ങളെ തളർത്തില്ല. ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളിൽ നമ്മൾ നിരാശപ്പെട്ടു പോകില്ല. ഇതിൻ്റെ പ്രതിസന്ധികൾ മറികടക്കാനായിട്ട് നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. ഈ ആത്മാവിനെ ധ്യാനിച്ച് ഇങ്ങനെ എല്ലാവരിലും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മാവിൻ്റെ ബലത്തോടുകൂടെ മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപ ലഭിക്കട്ടെ എന്ന് മാത്രം സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും
പെന്തക്കുസ്ത അനുഭവം ലഭിച്ച മനുഷ്യർ. ഈശോ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധ മാതാവ് ഈ മംഗളവാർത്ത, കല്ലെറിഞ്ഞു കൊല്ലപ്പെടാമായിരുന്ന അത്രയ്ക്ക് മോശപ്പെട്ടൊരു വാർത്ത മംഗളവാർത്തയായി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ അത്രയും നാള് ഭയപ്പെട്ടിരുന്നവർ ഈ ലോകത്തോട് മുഴുവൻ ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ട് ധൈര്യത്തോടുകൂടെ ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഓർക്കണം, അവരുടെ ഉള്ളിൽ നിറഞ്ഞ ആത്മാവിനെ ഉണർത്താനായിട്ട് സാധിച്ചതുകൊണ്ട്, ആത്മാവ് തങ്ങളുടെ കൂട്ടു നടക്കുന്നു എന്ന് ബോധ്യം കിട്ടിയതുകൊണ്ടാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ പോയാൽ നിങ്ങൾക്കായിട്ടൊരു സഹായകനെ അയക്കും, ഒരു കൂട്ടുകാരനെ അയക്കുമെന്നാണ് പറയണേ. നമുക്ക് പിതാവായ ദൈവത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപം വരും. നല്ല പ്രായമൊക്കെയുള്ള, താടിയും മുടിയൊക്കെ വളർത്തിയിട്ടുള്ള, നരച്ച താടിയൊക്കെ ഉള്ള ഒരാളുടെ മുഖം. ഈശോയെ പറ്റി പറയുമ്പോൾ ഈശോയുടെ പല രൂപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് പ്രാവ് വരുന്നേ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അഗ്നി മാത്രം വരുന്നേ, വെള്ളം വരുന്നേ, പ്രതീകങ്ങൾ മാത്രം വരുന്നേ? ഇത് ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനായി, ഒരു വ്യക്തിയായി, എൻ്റെ ഒപ്പമുള്ള സഹായകനായി മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളുടെ കൂടെ നടന്നു എന്നൊക്കെ പൗലോസ് അപ്പോസ്തലനൊക്കെ വചനത്തിൽ പറയണത് വെറുതെ ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ അന്ത്യോക്യയിലേക്ക് പോയി, പരിശുദ്ധാത്മാവ് ഞങ്ങളെ കരം പിടിച്ച് കൊളോസസിലേക്ക് നയിച്ചു എന്നൊക്കെ വെറുതെ പറയണതല്ല. അവരുടെ കൂട്ടായിട്ട്, ഒപ്പം നടക്കുന്ന സാന്നിധ്യമായിട്ട് അവർക്ക് ഈ ആത്മാവിനെ മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനെ കണക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കിയേ. എന്തൊരു തേജസ്സായിരിക്കും ഈ മക്കൾക്ക്, എന്തൊരു ബലമായിരിക്കും. ഇനി മുതൽ ഇവർ പാടേണ്ടത് ആത്മാവേ പോ എന്നല്ല, ആത്മാവേ വാ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക ഇവരെ. അതിനെ അങ്ങനെ പറഞ്ഞ് ഒരു ദിവസമല്ല, നാളെ 28-ാം തീയതി 2023 28 ഞായറാഴ്ച മാത്രമല്ല ഒരാൾക്ക് പെന്തക്കുസ്ത. നേരെ മറിച്ച് എല്ലാ ദിവസങ്ങളും ഈ ആത്മാവിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള കരുത്ത് ഈ ഒരു തിരുനാളിലൂടെ നമുക്ക് ലഭിക്കട്ടെ. അതിനുള്ള ബോധ്യം, തെളിച്ചം ഈശോ തന്നെ നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെന്തക്കുസ്ത തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ദിവസം എല്ലാവർക്കും നേരുന്നു. ആ ഒരു അനുഗ്രഹം എല്ലാ ദിവസങ്ങളിലും, ഇനി നിങ്ങൾ ജീവിക്കുന്ന ഓരോ ദിവസങ്ങളിലും ഈ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഈ ഒരു അനുഗ്രഹത്തിൽ നിറയാൻ നിങ്ങളെ സ്വർഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.